ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷ് മോളി റെസിപ്പിയാണ്. അപ്പത്തിൻ്റെ കൂടെയും അതുപോലെ തന്നെ ഇടിയപ്പത്തിൻ്റെ കൂടെയും റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. ഈ ഒരു ക്രിസ്മസിന് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ഒരു കറി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ദശക്കട്ടിയുള്ള ഏത് ഫിഷ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ആവോലിയാണ്. 7 പീസോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫിഷിൻ്റെ തിക്നെസ് അനുസരിച്ചിട്ട് നോക്കിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ ഒരു ഫിഷിൻ്റെ മുകളിൽ ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്, കറക്റ്റായിട്ട് ഒരു മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഏത് ടൈപ്പ് ഫിഷാണ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് വരഞ്ഞു കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂണ് വിനെഗർ അല്ലാന്നുണ്ടെങ്കിൽ ലെമൺ ജ്യൂസ് എല്ലാം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു ഫിഷിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അരമണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. പാൻ ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ അത്യാവശ്യം വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മീൻ പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അത്യാവശ്യം വെളിച്ചെണ്ണ ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഒരു വെളിച്ചെണ്ണ നമുക്ക് മസാല ഉണ്ടാക്കാനായിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനത് ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഒന്ന് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഫിഷ് വെച്ച് കൊടുക്കാം. ഒരു ഭാഗം ഒന്ന് ആയി വരുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഡീപ്പായി ഫ്രൈ ആവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വെന്ത് വന്നാൽ മതി. അധികം ഡീപ്പായി ഫ്രൈ ആയി കഴിഞ്ഞാൽ നമ്മൾ കറിയിലേക്ക് ഇടുമ്പോൾ അതിൻ്റെ കറക്റ്റ് ഒരു മസാല ഒന്നും പിടിക്കാത്ത പോലെ വരും നമ്മളെ ഒരു ഫിഷിന്. അപ്പോൾ ഒരു ഹാഫ് വേവ് ആക്കി എടുത്താൽ മതി. ഇപ്പോൾ ഒരു ഭാഗം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മറ്റേ ഭാഗം കൂടെ ഒന്ന് തേച്ചിട്ടിട്ട് ആ ഭാഗം കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഫിഷിൻ്റെ 2 സൈഡും അത്യാവശ്യം വേവായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി നമുക്ക് ഈ ഓയിലിൽ തന്നെ മസാല ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിതിലേക്ക് 2 ചെറിയ കഷ്ണം പട്ട, 3 ഗ്രാമ്പൂ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അളവ് അധികം കൂടി പോകണ്ട, ജസ്റ്റ് ചെറിയൊരു ഫ്ലേവർ മാത്രം മതിയാവും. അപ്പോൾ അധികം കൂടി പോകണ്ട. അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഞാനിവിടെ 5 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, നീളത്തിൽ അരിഞ്ഞു വെച്ചതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ചെറിയൊരു പീസ് ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്ന വരെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. കരിഞ്ഞു പോകരുത്, കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം നമ്മളിത് വഴറ്റിയെടുക്കാനായിട്ട്. നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു സവോള ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴറ്റിയെടുക്കാം. നല്ല ഗോൾഡൻ ബ്രൗൺ ആവേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. അപ്പോൾ ഒന്ന് പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് ഞാനിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സവോള ചെറുതായിട്ടൊന്ന് വാടാൻ തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതുപോലെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 പച്ചമുളക് നടുമുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിതിൽ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല, അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. സവോളൊക്കെ അത്യാവശ്യം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി ഓപ്ഷനിലാണ്, മഞ്ഞൾപ്പൊടി ഇടാതെ ഉണ്ടാക്കാറുണ്ട്. ഞാൻ ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തുന്നുള്ളൂ. അതുപോലെ 1/2 ടീസ്പൂണ് ഗരം മസാലയുടെ അളവൊന്നും കൂടി പോകരുത്, ചെറിയൊരു ലൈറ്റ് ഫ്ലേവർ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ ഈ പൊടികളുടെ അളവൊക്കെ നിങ്ങൾ എത്രത്തോളം ഫിഷ് എടുക്കുന്നുണ്ടോ അതിനനുസരിച്ച് കൂടി കുറഞ്ഞൊക്കെ ഇരിക്കും. ഇനി നമുക്ക് എരിവിനായിട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ ആദ്യം പച്ചമുളക് ഇട്ടിട്ടുണ്ട്, അപ്പോൾ അത് നോക്കിയിട്ട് ആവശ്യം പോലെ ഇട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളിവിടെ മുളക് പൊടിയൊന്നും യൂസ് ചെയ്യുന്നില്ല, അപ്പോൾ അതനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. കുരുമുളകിൻ്റെ അളവും പച്ചമുളകിൻ്റെ അളവൊക്കെ നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് ചേർത്തി കൊടുത്താൽ മതി. ഇനി ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ ആ ഒരു പൊടിയുടെ മണമൊക്കെ ഒന്ന് ചേഞ്ച് ആകുന്ന വരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ആ ഒരു മണമൊക്കെ മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയൊരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്, അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് തക്കാളി നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാഷ്യൂ പേസ്റ്റ് ആക്കിയിട്ട് ഒഴിച്ചെടുക്കാം. കാഷ്യൂൻ്റെ പേസ്റ്റ് ഒഴിക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ ഒരു 10 കാഷ്യൂ വെള്ളത്തിലൊന്ന് കുതിർത്തിയിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്തതാണ്. ആ ഒരു പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി ആവശ്യം അതിനനുസരിച്ചിട്ട് പാലിൻ്റെ അളവൊന്ന് കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് തേങ്ങാപ്പാൽ രണ്ടാം പാലാണ്, അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ജസ്റ്റ് ഒന്ന് തിളക്കാനായിട്ട് വെക്കാം. തിള സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കിതിലേക്ക്
നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കാം. ഫിഷെല്ലാം ഫുള്ളായിട്ട് ഇട്ടതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് ഈ ഗ്രേവിയൊക്കെ ഒന്ന് ആക്കി കൊടുക്കാം. മസാലയും അതുപോലെ തന്നെ ആ ഒരു തേങ്ങാപ്പാലൊക്കെ നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കാം. ഫുള്ളായിട്ട് ആ ഒരു ഫിഷിൻ്റെ മുകളിൽ കോട്ടാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ഫ്ലേവർ ഈ കറിയിലേക്ക് പിടിക്കും. നന്നായിട്ട് മീൻ പൊട്ടിപ്പോവാതെ സൈഡിലൊക്കെ ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിത് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ കറക്റ്റ് ഫിഷിൻ്റെ ഫ്ലേവറൊക്കെ കറിയിലോട്ട് നന്നായിട്ട് ഇറങ്ങും. നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് 4-5 മിനിറ്റ് മതി അത് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഞാനത് നല്ല ലോ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ ഒഴിച്ചിട്ടുണ്ടായിരുന്ന ആ തേങ്ങാപ്പാലൊക്കെ ഒന്ന് നന്നായിട്ട് കുറുകി അതുപോലെ മീനിൻ്റെ ഫ്ലേവറും നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള തിക്കായിട്ടുള്ള 1 പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് നല്ല തിക്കായിട്ടുള്ള പാലാണ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. അത് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് പതുക്കെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഇളക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മീൻ പൊട്ടാത്ത രീതിയിൽ പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ആ ഒരു തേങ്ങാപ്പാൽ ആയിക്കോളും. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് നന്നായിട്ട് കുറച്ച് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഫ്ലേവറിന് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഗരം മസാല, ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചില ആൾക്കാർ ഉള്ളി തൂമിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഒഴിക്കാറുണ്ട്. ഞാനിപ്പോൾ ഇവിടെ പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു തേങ്ങാപ്പാൽ അധികം ഇട്ട് തിളപ്പിക്കരുത്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് ഈ ഒരു തേങ്ങാപ്പാൽ ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ മുകളിലേക്ക് ടൊമാറ്റോ കട്ട് ചെയ്തത് ഒന്ന് സ്ലൈസസ് വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ വെച്ച് കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വെക്കാം. അപ്പോൾ ഇനി ഇരിക്കുമ്പോൾ ഈ ഒരു കറി ഒന്നും കൂടെ തിക്കായിട്ട് വരും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്കൊക്കെ കമൻസിലൂടെ അറിയിക്കണം. അപ്പത്തിൻ്റെ കൂടെയും അതുപോലെ തന്നെ ഗീ റൈസിൻ്റെ കൂടെയും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ഞാൻ ഫിഷിൻ്റെ വേറെയും കുറേ റെസിപ്പികൾ ഇട്ടിട്ടുണ്ട്. ഞാനതിൻ്റെ ഐക്കാർഡായിട്ടോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ അതിൻ്റെ ലിങ്ക് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക്